ഇതെന്ത് കിടന്നു നോക്കുന്നേ? സാറെന്താ നോക്കുന്നേ? ഞാൻ എന്ത് നോക്കിയാലും തനിക്ക് എന്താണോ? രാജോട്ടാ, ഐ എം സോറി. അത് കുറെ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ തിരയുന്നുണ്ട്. സാറെന്താ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനും കൂടെ ഒന്ന് സഹായിക്കാം. ടി വിയുടെ റിമോട്ടാ നോക്കുന്നത്. എന്നാ സാറത് പറഞ്ഞാൽ പോരെ. ടി വിയുടെ റിമോട്ട് ദാണ്ട ഇവിടെ കിടന്ന് തപ്പിയിട്ട് കാര്യമൊന്നുമില്ല. അത് ആ അലമാരക്കകത്തിരിക്കുകയാണ്. ദാണ്ട അവിടെ ഞാൻ എടുത്തരാം സാറേ. ദാണ്ട സാറേ, ദാണ്ട കിട്ടി ടി വിയുടെ റിമോട്ട്. താങ്ക്സ് രാജോട്ടാ. ഞാൻ ചുമ്മാ ആവശ്യമില്ലാതെ ഇവിടെ ഒഴിവായി. സാർ ഇങ്ങനെ എന്തെങ്കിലും കാണാതെ വന്ന ഉടനെ എന്നെ വിളിച്ചാൽ മതി. സാറിനൊക്കെ 100 പണിയല്ലേ സാറേ? നമുക്കൊക്കെ ഈ കുടുംബം നോക്കുന്നതല്ലേ പ്രധാന പണി. അപ്പോ ഇതൊക്കെ നമ്മളെ കയ്യിലൊരു മത്തങ്ങ പോലെ മുളച്ചു നിൽക്കും സാറേ. ശരി, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാജോട്ടെ വിളിക്കാം. ഓക്കെ, ശരി സാറേ. അല്ല, സാറിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. ഓ, ഉണ്ടാവും സാറേ, വല്ലായ്മ ഉണ്ടാവും സാറേ. അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ. എല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ തീരുമാനമല്ലേ നടക്കൂ. നമുക്കെന്ത് ചെയ്യാൻ പറ്റും സാറേ? ഓ, ഇനി എന്തെങ്കിലും കാണാതെ പോയി എന്നോട് പറഞ്ഞാൽ മതി. നാശങ്ങള് എല്ലാത്തിന്റെ കണ്ടിങ്ങോട്ടാ. എന്താ മോളെ? രാജേട്ടാ, ഒരു തീപ്പെട്ടി ഇങ്ങെടുത്തേ. ഇവിടെ ഉണ്ടായിരുന്നത് തീർന്നുപോയി. ഇതൊക്കെ എന്താ മോളെ? ഇത് ആരതി എടുക്കാനാ. സാറപ്പ വരില്ലേ? എന്തെങ്കിലും ദൃഷ്ടിദോഷം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോട്ടെ. ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല മോളെ. അല്ല, ഇതൊക്കെ ഒഴിഞ്ഞാലേ ദൃഷ്ടിദോഷം മാറും എന്നൊക്കെ പറയുന്നത് സത്യമാണോ മോളെ? ആ, ദൃഷ്ടിദോഷമൊക്കെ മാറാൻ വേറെ മാർഗങ്ങളുണ്ട്. ഇതും നല്ലതാ. എന്നാ പിന്നെ സാറ് വന്നിട്ട് ഇത് ഒഴിയുമ്പോഴേ കൂട്ടത്തിൽ പത്മാ മേഡത്തിനും കൂടെയുള്ള ആൾക്കാർക്കും കൂടെ എല്ലാവരെയും കൂടെ കൂട്ടത്തിൽ നന്നായിട്ട് അങ്ങ് ഒഴിയേ. എല്ലാരും നന്നായിക്കോട്ടെ. ഇതിന്റെ ഇടയിലാണോ തമാശ പറയാൻ നിൽക്കുന്നത്? ഒന്ന് പോയിട്ട് വാ രാജേട്ടാ. അല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. മോളെ, ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് വിളിച്ചോണ്ട് വരണോ? എന്തിന്? അയ്യോ, നന്ദിനിയും അച്ഛൻ തിരിച്ചു വരുന്നത് ഞങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞോളയോ. അതൊന്നും വേണ്ട രാജേട്ടാ. ഓ, എന്നിട്ട് ഇവരെല്ലാവരും കൂടി സൂര്യസാറിന്റെ മുൻപിലേക്കല്ലേ ചെന്ന് നിൽക്കാൻ പോകുന്നത്. അപ്പൊ തുടങ്ങും അടുത്തത്. ആ, അതും കാര്യം. രാജേട്ടാ, അവര് വന്നു. കത്തിക്കേ. ഓ, ശരി മോളെ.
സാറെന്തേ? എന്താ ഇതൊക്കെ? സാറിനെ ആരതി ഒഴിയാൻ. ഏത് സാറിന്? യതീന്ദ്രൻ സാറിന്. എല്ലാം ചെയ്തു കൂട്ടിയിട്ടിപ്പോ അവൾ ആഴത്തി എടുക്കാൻ വന്നിരിക്കുന്നു. ഇനി നീ ചെയ്യേണ്ട എന്താണെന്നറിയോ? ഈ കുടുംബത്തിനെ തീയിടണം. ഇവിടെയുള്ള മനുഷ്യരുടെ മനസ്സിനെ കനല് കൂട്ടി വയ്ക്ക്. എന്നിട്ട് ഇഞ്ചിഞ്ചായി കൊല്ലണം എല്ലാരെയും. അന്ന് നീ കാണിച്ച ആ ദൈവഭക്തി ഉണ്ടല്ലോ, അതിന്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കടി ഈ കുടുംബം. എടി, കോടതി ജാമ്യം തന്നില്ല.